പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഫലം സിപിഐഎമ്മിന് പ്രതീക്ഷ നൽകുന്നതെന്ന് സിപിഐഎം ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം. ഭയമില്ലാതെ ജനങ്ങൾ വോട്ട് ചെയ്തപ്പോൾ പോരാട്ടം സിപിഐഎമ്മും ബിജെപിയും തമ്മിലായെന്നും മുഹമ്മദ് സലീം പറഞ്ഞു. ഫാൽട്ട നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ സിപിഐഎം രണ്ടാം സ്ഥാനത്തെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് മുഹമ്മദ് സലീമിന്റെ പ്രതികരണം. We are now fighting with the BJP. And we had this 30% votes across Bengal. But because of this ECI, because of this biased police and goons and TMC, people were unable to exercise their votes. Now today they have exercised their vote, and Falta by-election is showing that there's an immense possibility for the left. It's our task and our responsibility to consolidate that. And TMC is nowhere near, Congress is nowhere near. It's a fight between BJP and CPIM. So this election as a result in Bengal has given rise of hope, not desperation. And it's a strong opposition role will be played by the CPIM-led Left Front. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, ഗുഡ് ആഫ്റ്റർനൂൺ. ഈ ബംഗാളിന്റെ ആ ഒരു ഭൂപടത്തിൽ ചുവപ്പില്ലാതാകും എന്ന് പ്രവചിച്ചവരോട് അദ്ദേഹം ഒരു ഹിസ്റ്റോറിക് കംബാക്ക് അതിനുള്ള സാധ്യതയെ പറ്റിയാണല്ലോ പറയുന്നത്. വെരി ഗുഡ് ഈവനിങ് ക്രിസ്റ്റീന. ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് രാജ്യം അല്ലെങ്കിൽ രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കിയത് അതിന്റെ ഒരു കൗതുകം കൊണ്ടാണ്. ബംഗാളിൽ BJP വലിയ ശക്തിയായി അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതേസമയം തൃണമൂൽ കോൺഗ്രസ് പാടെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഒഴിയുമ്പോൾ ആ കളം ആര് പിടിക്കും എന്നുള്ള ഒരു കൗതുകമായിരുന്നു നിലനിന്നിരുന്നത്. അതിന് സാഹചര്യം ഒരുങ്ങിയത് ഈ ഫാൾട്ട ഉപതെരഞ്ഞെടുപ്പിലാണ്. അവസാന നിമിഷമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പിന്മാറിയത്. ഈ ഒരു ഘട്ടത്തിൽ ആ ഒരു വോട്ടുകൾ ആർക്ക് പോകും എന്ന ചോദ്യത്തിന് ഏതാണ്ട് ഉത്തരമായിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്യപ്പെട്ടിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ CPIM സ്ഥാനാർത്ഥിക്കാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരിക്കുന്നത്. BJP വലിയ മുന്നേറ്റമുണ്ടാക്കിയിരിക്കുന്നു. ഏറെ മുന്നിലാണ് എങ്കിൽ പോലും രണ്ടാം സ്ഥാനത്തേക്ക് CPIM എത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത് തൃണമൂൽ കോൺഗ്രസിനെയും ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് തന്നെയാണ് CPIM രണ്ടാം സ്ഥാനം പിടിച്ചിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇക്കാര്യം തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം പറഞ്ഞത്. ഈ വേനൽക്കാലത്ത് തൃണമൂൽ കോൺഗ്രസ് ഐസ് പോലെ അലിഞ്ഞില്ലാതായി എന്നും രണ്ടാം സ്ഥാനത്തേക്ക് CPIM എത്തിയിരിക്കുന്നുവെന്നും ഈ ഫാൾട്ട ഉപതെരഞ്ഞെടുപ്പ് ഫലം അത് പ്രതീക്ഷ നൽകുന്നതാണ് എന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ക്രിസ്റ്റീന. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.